സമരത്തിൽ ഒന്നിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഈ രണ്ട് പാർട്ടികളുടെയും രണ്ട് മുന്നണികളുടെയും അടിയന്തര ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എന്താണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ UDF എന്താണ് പ്രധാനമായിട്ടും ലെഫ്റ്റിനെതിരായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്? അത് സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉണ്ടായിട്ടുള്ള ജനവികാരത്തെ പരമാവധി മുതലെടുക്കാനാണ്, അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണല്ലോ കോൺഗ്രസ് ശ്രമിക്കുക. അവരുടെ മുഖ്യ പ്രചാരണ വിഷയവും അതുതന്നെയായിരിക്കും. അതായത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ധനവിഹിതം ലഭിക്കാത്തതുകൊണ്ട് സംസ്ഥാനത്ത് പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അത് ഭാഗികമായി അംഗീകരിക്കുകയും, എന്നാൽ ഈ സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്ലാൻ ബിയോ അല്ലെങ്കിൽ ഒരു പ്ലാൻ സിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് പരമാവധി ദൂർത്തും പിന്നെ ഒക്കെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഇപ്പം തന്നെ സതീശൻ്റെയൊക്കെ പ്രതികരണം ആ അർത്ഥത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപാരമായ ദൂർത്താണ് സത്യത്തിൽ ഈ ധനപ്രതിസന്ധിക്ക് കാരണമെന്നും അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കൂടി ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടെന്നും എല്ലാം കേന്ദ്രത്തിൽ ചാടി രക്ഷപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട വാദമുഖമാണ് അടുത്ത നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്നത് UDF. ആ ഒരു സമയത്ത് UDF ഈ പറയുന്ന കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൽ LDFുമായി കൈകോർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തെ അവർ തന്നെ തുരങ്കം വെക്കുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ അങ്ങനൊരു കാര്യം അവർ ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ ഈ സമയത്ത് LDFിനോടൊപ്പം കൈകോർത്ത് ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിന് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു പക്ഷേ സാധ്യമാണ്. ഇപ്പം ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇമ്മിനൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ LDFുമായി കൈകോർത്തുകൊണ്ട് കേന്ദ്രത്തിൽ പോയിട്ട് കേന്ദ്രവിരുദ്ധ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയായി ഇവിടെ. അപ്പോൾ ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ദോഷം ചെയ്യുക സ്വാഭാവികമായിട്ടും കോൺഗ്രസിനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ അവരുടെ രാഷ്ട്രീയ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കും എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ UDF ശ്രമിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ LDFിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു യോജിച്ച സമരത്തിലേക്ക് അവർ പോകില്ല. ഇതാണ് എൻ്റെ നിലപാട്. ശരി, വിനികേഷ്. Meet the editors.